നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിച്ചിടാതെ മുക്താവസ്ഥ ലഭിക്കില്ല, മുക്താവസ്ഥ ലഭിക്കില്ല. ഹരിയോം 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 ഹരിയോം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല, സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരിയോം 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 ഹരിയോം. ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പ്രവൃത്തിയും, രണ്ട് നമ്മുടെ സമീപനവുമാണ്. പലപ്പോഴും നമ്മൾ സമീപനത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രവൃത്തിക്കാണ്. രാവിലെ എണീക്കണോ, നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണോ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യണോ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ മുമ്പ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പല സംസ്കാരങ്ങളും അത് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ച് മനസ്സിൽ നിന്ന് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അതായത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത് ജീവിതത്തിൻ്റെ സുഖം നിശ്ചയിക്കുന്നത് പ്രവൃത്തിയേക്കാൾ ഉപരി സമീപനമാണ്. പറയും ആറ്റിറ്റ്യൂഡാണ് പ്രവൃത്തിയേക്കാൾ ഉപരി. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതായത് ഒരാൾ ചീത്ത ആറ്റിറ്റ്യൂഡിലോട് കൂടിയിട്ട് തെറ്റായ സമീപനത്തോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നതും നമ്മൾ പറയാറില്ലേ, ഇതിലും ഭേദം ചെയ്യാതിരിക്കുകയായിരുന്നു നല്ലത്. കാരണം അങ്ങനെ ചെയ്തു കുഴപ്പത്തിലാക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, സമീപനം തെറ്റിയാൽ എത്ര നല്ല പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ലാതെ വരും അല്ലേ. ഓവറായിട്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണത്. നിങ്ങളോട് അത്രയും ഒട്ടലുണ്ടാക്കിയ പിന്നെ അവൻ്റെ പുരോഗതിയെ മുഴുവൻ അത് തടസ്സപ്പെടുത്തും അത്. അപ്പം അതുകൊണ്ട് ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ശരിയായിട്ടുള്ള സമീപനം. സാധാരണ വീടുകളിൽ നടക്കുന്ന ഇതൊക്കെ. ഒരിക്കലൊരു വീട്ടിൽ രാവിലത്തെ ബഹളം ഇതാണ്. അച്ഛൻ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി സൂട്ടും കോട്ടൊക്കെ ഇട്ട് റെഡി. മകൾ 12th പഠിക്കണു, മകൻ 10th പഠിക്കണു. അങ്ങനെ രാവിലെ തന്നെ അമ്മയാണെങ്കിൽ കുട്ടികൾക്ക് പാക്ക് ചെയ്യണം, അവർക്ക് പാക്ക് ചെയ്യണം, ഇവർക്ക് പാക്ക് ചെയ്യണം, എല്ലാം കൂടി റെഡിയാക്കുന്നതിൻ്റെ തിരക്കിൽ. അപ്പോഴേക്കും അച്ഛൻ റെഡിയായിട്ട് വന്നു, ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്നു. അപ്പോഴേക്കും അമ്മ മകളോട് പറഞ്ഞു, മോളെ കൊണ്ടു കൊടുക്കുക അച്ഛന് കാപ്പി ചെയ്യുന്നു. മകൾ കൊണ്ടു കൊടുക്കണു. മകൾക്കാണെങ്കിൽ 100 ടെൻഷൻ്റെ ഇടയിൽ അത് കൊണ്ടു കൊടുക്കണത്. അവളുടെ ശ്രദ്ധ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ടക്ക് വീണു. അപ്പോഴേക്കും പറഞ്ഞു, വൃത്തികെട്ടവള് കൊടുത്തു അങ്ങോട്ട് വായനച്ച്. പറഞ്ഞ വാക്കുകളൊക്കെ മുഴുവൻ പറഞ്ഞ അപകടം അവിടെ. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ സത്ത് അങ്ങോട്ട് തുടങ്ങും, പിന്നെ എവിടെ എത്തുകയെന്നറിയില്ല. ആ കുട്ടിക്ക് രാവിലെ തന്നെ ടെൻഷനായി. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, സാരല്ലേടി, ഇനിയിപ്പോൾ അതൊന്നും അത്ര വിഷമിക്കാനൊന്നുമില്ല, പരീക്ഷയ്ക്ക് പോവാണ് മോളെ. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ചീത്ത വിളിച്ചിരിക്കുന്നത്. ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട, അച്ഛൻ്റെ മേലെ ഇനി പാവൊക്കെ വീണിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോഴേക്കും അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു. നീ ആരുടെ നിശ്ചയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം. ഓടി ഡ്രസ്സൊക്കെ മാറി അതൊക്കെ കഴിഞ്ഞ് കാറ് സ്റ്റാർട്ട് ചെയ്തു. മകളോട് കയറടി വേഗം കാറിലേക്ക് ഇരുന്നു. മകൾക്കാണെങ്കിൽ അന്ന് പോകണമെന്നില്ല. അങ്ങനെ കാറിലേക്കൊക്കെ കയറി
അവളുടെ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേക്കൊക്കെ എല്ലാം വൈകിയിട്ടുണ്ട്. സാധാരണ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ടാറ്റാ ബൈ എന്നൊക്കെ പറയുന്നതാ. അത് മിണ്ടിയില്ല അച്ഛനോട്. ആ മനസ്സിൽ മുഴുവൻ ദേഷ്യം. അച്ഛനാണെങ്കിൽ ഓഫീസിലെത്തുന്ന സമയത്താണ് ഓർമ്മ വന്നത് വേണ്ടപ്പെട്ട ഫയൽ എടുത്തിട്ടില്ല എന്ന്. ഈ ടെൻഷനൊക്കെ കാരണം തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കും അമ്മ വീട് കൂട്ടി എറണാകുളത്തപ്പൻ അമ്പലത്തിലോ കേമായില്ലേ. അങ്ങനെ രാവിലത്തെ ദിവസം തന്നെ ദേഷ്യവും ബഹളവും. എന്നിട്ട് എന്ത് നേടി? സമാധാനമില്ലാത്തൊരു മനസ്സ് നേടി. അവിടെയാണ് നമുക്ക് ഭാഗവതമൊക്കെ വഴി കാണിച്ചു തരുന്നത്. സംഭവിക്കാനുള്ളത് എന്ത് സംഭവിച്ചാലും ഏത് രീതിയിൽ കാണണം? നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ കാണാൻ ശ്രമിക്കണം. പണ്ടൊരു കർഷകൻ എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ, അതായിരിക്കും നല്ലത്. അപ്പം ഇദ്ദേഹം തുണിയൊക്കെ അലക്കാൻ കൊണ്ടുപോകുന്നതും അലക്കിയത് കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ കഴുതപ്പുറത്താണ്. അപ്പം 2 കഴുതകളെ വെച്ചിട്ടായിരുന്നു അദ്ദേഹം ബിസിനസ് മാനേജ് ചെയ്തത്. അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു, സൈക്കിൾ വന്നു. അപ്പോൾ പിന്നെ കഴുതയേക്കാളും സ്പീഡ് സൈക്കിളിനായതുകൊണ്ട് ഈ കഴുത എന്ത് ചെയ്യും? അദ്ദേഹം പേപ്പറിലൊക്കെ ഇട്ട് നോക്കി, നല്ല 2 കഴുതകളെ വിൽക്കാനുണ്ടെന്ന്. പക്ഷേ ആളുകൾക്കൊന്നും കഴുതകൾ ആവശ്യമില്ല. കാരണം അവരുടെ വീട്ടിലൊക്കെ ധാരാളം, എന്താ അറിയില്ല, അത് ഞാൻ പറയില്ലേ, ആർക്കും കഴുതകളെ ആവശ്യമില്ല. കാരണം എല്ലാ വീട്ടിലും കൂടുതൽ കേൾക്കുന്ന വാക്കാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു അറിയോ? കഴുതകളെ വിട്ടു. ഇദ്ദേഹത്തിനൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു കിണറുമുണ്ട്, കെട്ടാത്ത കിണറുണ്ട്. ആ പറമ്പിലേക്ക് ഇതിനെ തെളിച്ചാക്കി. അതിങ്ങനെ മേഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ കിണറ്റിൻ്റെ അടുത്തെത്തിയതും തള്ളിയിട്ടു എന്നാ 2 ചാവാൻ വേണ്ടിയിട്ട് ക്രൂരത കാണിച്ചു. അപ്പം ആളുകൾ അറിഞ്ഞാൽ തല്ലിക്കൊല്ലില്ല ഇയാളെ. അത്ര ക്രൂരമായ പ്രവൃത്തിയെ ചെയ്തിരിക്കുന്നത്. ഇയാൾ അതിലും ഒരു ക്രൂരത ചെയ്യാൻ നിശ്ചയിച്ചു. അവിടെ തൊട്ടടുത്ത് പണ്ട് ഈ കിണർ കുഴിക്കാൻ വേണ്ടി വെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടി കിണർ കുഴിച്ചാൽ, ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ നിർത്തിയതാണ്. അപ്പം അവിടെ അതിൻ്റെ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഈ മണ്ണെടുത്ത് അതിലേക്കിടാൻ. അപ്പം അതിലൊരു കഴുത വിചാരിച്ചു ചത്തത് തന്നെയെന്ന്. കാരണം മണ്ണിങ്ങനെ മേലോട്ട് വീഴുകൊണ്ടിരിക്കുക. മറ്റേ കഴുത ഇത്തിരി ബുദ്ധിയുള്ള കഴുതയാണ്. എന്തായാലും മണ്ണ് വീഴുന്നതിനനുസരിച്ച് അതിൻ്റെ എതിർദിശയിലേക്ക് അത് ചാടി എന്നാണ്. ഒരു വശത്ത് മണ്ണ് വീഴുമ്പോൾ അടുത്തത് അവിടെ വീഴുമ്പം ഇയാളാണെങ്കിൽ കൽപ്പിച്ചു കൂട്ടി അതിൻ്റെ പുറത്തേക്ക് കിടന്നത്. അപ്പോഴേക്കും ഇത് ചാടും. അങ്ങനെ മണ്ണിട്ട് കുറച്ചു കഴിഞ്ഞ് ഒരു പാത്രത്തിൽ മണ്ണങ്ങോട്ട് ഇടുമ്പോഴേക്കും മറ്റൊരു ചാട്ടം ഉണ്ടായി എന്നാണ്. അതെന്താ ചാട്ടം? താഴെ നിന്ന് കഴുത മുകളിലേക്ക് ചാടി. അപ്പോൾ നോക്കൂ, 2 സമീപനം. അതായത് ഒരു സമീപനം എന്ന് പറയുന്നത് പ്രകൃതിക്ക് വിധേയമായ സമീപനവും അവിവേകത്തിൻ്റെ സമീപനവും, മറ്റേ സമീപനം എന്ന് പറയുന്നത് വിവേകത്തിൻ്റെ സമീപനവും. നമ്മൾ ഈ ലോകത്തിൽ കൂടുതൽ ഏതാ കാണുക? അവിവേകത്തിൻ്റെ സമീപനാണ്. അതുകൊണ്ടാണ് ആളുകൾ ദുഃഖിക്കുന്നത്. പ്രഹ്ലാദൻ നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെയുള്ള സമീപനം വേണം. വിവേകത്തിൻ്റെ സമീപനത്തോടുകൂടി ജീവിച്ചാൽ സ്വയം സന്തോഷം കണ്ടെത്തി, എല്ലാറ്റിലും സന്തോഷം കണ്ടെത്തി, ഏത് അനുഭവത്തിലും സന്തോഷം കണ്ടെത്തി, മറ്റുള്ളവർക്കും നമുക്ക് എന്തു കൊടുക്കാൻ പറ്റും? സന്തോഷത്തെ പകരാൻ പറ്റും. അങ്ങനെ ഒരു ഉയർന്ന പ്രഹ്ലാദൻ ഭഗവാനെ സന്തോഷിപ്പിച്ച് പ്രീതിപ്പെടുത്തിയപ്പോൾ ആ ഭഗവാൻ വരം ചോദിക്കാൻ പറയുന്ന ആ ഒരു രംഗം, ഇത് ഭക്തന്മാരായ നമ്മളൊക്കെ മനസ്സിലാക്കണം. കാരണം നമ്മുടെ മുന്നിൽ ഭഗവാൻ വന്നിട്ട് വരം ചോദിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചോദിക്കുക? അത് വലിയ പ്രശ്നമാണ് സ്വാമി. കാരണം ഭാര്യയോട് ചോദിക്കണം, മക്കളോട് ചോദിക്കണം, എല്ലാം പ്രശ്നം തന്നെയാണ്. ഇവിടെ പ്രഹ്ലാദൻ എന്തു വരമാണ് ചോദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാഗവതത്തിലെ 7-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായം ഭഗവാൻ അത്യന്തം പ്രീതനായി. അതിൻ്റെ മുമ്പുള്ള അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ സ്തുതിച്ച സമയത്ത് പ്രഹ്ലാദ ഭദ്രഭദ്രം തേ പ്രീതോഹം തേ അസുരോത്തമാം വരം വൃണീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണം. ഭദ്രഭദ്രം തേ, ഞാൻ അത്യന്തം പ്രീതനായിരിക്കുന്നു ഉണ്ണി, അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു. വരം ചോദിക്കൂ, ഏത് വരം വേണമെങ്കിലും ഉണ്ണി ചോദിക്കൂ. മാമപ്രണീതായുഷ്മൻ ദർശനം ദുർലഭം ഹിമേ ദൃഷ്ട്വാ മാം ന പുനർജന്തു ആത്മാനം തപ്തുമർഹതി. ഏതൊരാളാണോ നഗ്നനേത്രങ്ങളെ കൊണ്ട് എന്നെ കാണാൻ സാധിക്കുന്നത്, പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഉണ്ണി ചോദിക്കൂ എന്താ വരം വേണ്ടത് എന്ന് പറഞ്ഞ് ഉണ്ണിയോട് വരം ചോദിക്കാൻ പറയുമ്പം 10-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പം പ്രഹ്ലാദവാചാം. ഇനിയുള്ള ഭാഗം ശ്രദ്ധിക്കണേ നിങ്ങൾ, ഭക്തന്മാരായിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഭാഗവതത്തിലെ 7-ാമത്തെ സ്കന്ധത്തിലെ 10-ാം അധ്യായം. കാരണം ഭക്തി എന്ന് പറയുന്നതുണ്ടല്ലോ, വളരെ നമ്മളെ വഴിതെറ്റിച്ചിട്ടൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രഹ്ലാദൻ പറഞ്ഞു തരുന്നു എന്താണ് നമ്മൾ ചോദിക്കേണ്ടത് എന്ന്.
മാം മാം പ്രലോഭയൽപത്യാസക്തം കാമേഷു തൈർവരൈ തൽസംഘഭീതോ നിർവിണ്ണോ മുമുക്ഷുത്വാം ഉപാശ്രിത. മാം പ്രലോഭയൽ, വരങ്ങൾ തന്ന് എന്നെ ഒരിക്കലും പ്രലോഭിപ്പിക്കരുതെന്നാണ്. നമ്മളൊക്കെ അമ്പലത്തിൽ ചെന്ന് ചോദിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് പ്രഹ്ലാദ പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് വരങ്ങൾ തന്ന് പ്രലോഭിപ്പിക്കരുത് എന്ന് പറയാൻ ധീരത കാണിച്ച ഒരു കുട്ടിയാണ് ആര്? എന്തുകൊണ്ട് അത് വരം എനിക്ക് തരരുത്? കാരണം ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എൻ്റെ മനസ്സ് തിരിച്ചിരിക്കുന്നത് അങ്ങയിൽ നിന്നും കിട്ടാനല്ല, പിന്നെ എന്തിനാണ്? അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് മുമുക്ഷു എന്ന് പറയുന്നത്. ഞാൻ മുമുക്ഷുത്വാം ഉപാശ്രിത, ഞാൻ മുമുക്ഷുവായി അങ്ങയെ ആശ്രയിച്ചിരിക്കുകയാണ്. ആരാ മുമുക്ഷു എന്ന് പറഞ്ഞാൽ? മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷ ഇച്ഛു. മോക്ഷ ഇച്ഛു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മനസ്സിനെ പരിപൂർണമായി ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി, സമർപ്പിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ ഉപാസിച്ചിരിക്കുന്നത് എന്ന്. അപ്പം എൻ്റെ ലക്ഷ്യമാണ് അങ്ങ്, അല്ലാതെ അങ്ങയിൽ നിന്ന് വല്ലതും കിട്ടുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ തന്നെ അങ്ങയിലേക്ക് സമർപ്പിക്കലാണ്. പലപ്പോഴും നമ്മുടെ ലക്ഷ്യമോ? ചിന്തിക്കൂ നിങ്ങൾ. നമ്മൾ പലപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ എന്താ ലക്ഷ്യം വെക്കാറ്? നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കാനാണോ, അതോ ഭഗവാനിൽ നിന്ന് നമുക്ക് വല്ലതും കിട്ടലാണോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് ഇങ്ങോട്ട് വല്ലതും കിട്ടുന്നതല്ല ലക്ഷ്യം, മറിച്ചോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇത് നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെയായിരിക്കണം നമ്മുടെ ഭക്തി. അപ്പോഴാണ് നമ്മൾ ശരിക്കും റൈറ്റ് ഡയറക്ഷനിൽ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ഡയറക്ഷൻ ആയിക്കൊള്ളുന്നില്ല. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, ചതുർവിധാ ഭജന്തേ മാം ജനാസുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്തി ജ്ഞാനീച്ഛ ഭരതർഷഭ. ഏ അർജുന, എന്നെ 4 വിധത്തിൽ ആളുകൾ ഭജിക്കുന്നുണ്ട്. ഏതാ അധ്യായം? 7ാമത്തെ അധ്യായത്തിലാണ് ഈ വിഷയം വരുന്നത്. 16ാമത്തെ ശ്ലോകം. ചതുർവിധാ ഭജന്തേ മാം. എത്ര വിധത്തില്? 4 വിധത്തില്. ആരൊക്കെയാണ്? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഇങ്ങനെ 4 പേര്. ഇതിൽ ആരെയാണ് ഭഗവാൻ കൂടുതൽ ആദരിക്കുന്നത്? ഭഗവാൻ പറയുന്നു, തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സജമമേ പ്രിയാം. ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെന്ന് ഭഗവാൻ അവിടെ പറയാണ്. കാരണം ഏകഭക്തിർവിശിഷ്യതേ. എന്താ ജ്ഞാനിയുടെ പ്രത്യേകത? തന്നെ പരിപൂർണമായി ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ജ്ഞാനിയാവണമെങ്കിൽ ആദ്യം നമ്മൾ ആരാവണം? ജിജ്ഞാസു ആവണം. അതുകൊണ്ട് അർത്ഥാർത്ഥിയെക്കുറിച്ചും ആർത്തിയെക്കുറിച്ചും ഗീതയിലും ഭാഗവതത്തിലും അത്രയൊന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ ഭഗവാൻ വിട്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നു ഭൃത്യലക്ഷണ ജിജ്ഞാസു. ഈ ശ്ലോകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഭക്തലക്ഷണ, ഭൃത്യൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ. ഭൃത്യലക്ഷണ ജിജ്ഞാസു ഭക്തം കാമേശ ചോദയിൽ ഭവാൻ സംസാര ബീജേഷു ഹൃദയഗ്രന്ഥിഷു പ്രഭോ. ഭൃത്യലക്ഷണം എന്ന് പറഞ്ഞാൽ ഭൃത്യൻ എന്നുള്ള ശബ്ദത്തിന് ഇവിടെ അർത്ഥം ഭക്തൻ എന്നർത്ഥം. ഭഗവാന്റെ ഭക്തന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിജ്ഞാസു. ആരാണ്? ജിജ്ഞാസു ആണ്. കിട്ടാനുള്ള ജിജ്ഞാസയല്ല, തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കാനുള്ള ജിജ്ഞാസ. അതുകൊണ്ട് ഭഗവാൻ ആരായിരിക്കണം? ഭക്തൻ എങ്ങനെയായിരിക്കണം ഭഗവാനോട് സമീപനം കാണിക്കേണ്ടത്? കാമേഷു അചോദയൽ. ഒരു കാര്യവും ഭഗവാനോട് ലൗകികമായതൊന്നും ചോദിക്കരുത്. കാരണം ഇങ്ങോട്ട് കിട്ടലല്ല ലക്ഷ്യം. ലക്ഷ്യം ഏതാണ്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നമ്മൾ പലപ്പോഴും ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാണ് ലക്ഷ്യമായിട്ട് കരുതുന്നതെങ്കിൽ ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസമർപ്പണം, തന്നെ സമർപ്പിക്കലാണ്. അതുകൊണ്ട് ഒരു ഭക്തൻ, യഥാർത്ഥ ഭക്തൻ ഭഗവാനോടൊന്നും ചോദിക്കരുത്. ഇത് നമ്മുടെ അമ്പലങ്ങളിൽ വെക്കേണ്ടതല്ലേ ബോർഡ്? വേണ്ടതാണോ? ഇങ്ങനെയായിരിക്കണം യഥാർത്ഥ ഭക്തൻ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ശാസ്ത്രമൊക്കെ പഠിച്ചാലുള്ള ഗുണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നും മനസ്സിൽ തെറ്റിദ്ധാരണയാണ്. ഒരു കുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ട്. അമ്മ ഒരു വീട്ടിൽ അടിച്ചുവാരി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അച്ഛൻ മരിച്ചുപോയി. കുട്ടി ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് എക്സഷൻ പോകുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ വേണ്ടത്ര
പണമില്ലാത്തതുകൊണ്ട് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ കുറേ കടം വാങ്ങിച്ചു അവരുടെ അടുത്ത് നിന്ന്, ഇനിയിപ്പോൾ എങ്ങനെയാണ് അവരോട് ചോദിക്കുക? കുട്ടി പോണ്ടാന്ന് വെക്കൂ, നമ്മളൊക്കെ ചെറിയവരല്ലേ കുട്ടി, നമുക്കൊന്നും അത് പറഞ്ഞിട്ടില്ല, ഇതൊക്കെ കണ്ടാൽ മതി കുട്ടി, എല്ലാവരും പോകണ്ടമ്മേ, എനിക്കൊരു മോഹല്ലേ. എന്താ കുട്ടി നമ്മൾ ചെയ്യുക? ഇനി ഇവരോട് എങ്ങനെയാണ് കടം ചോദിക്കുക? അമ്മയുടെ അവസ്ഥ കുട്ടിക്ക് മനസ്സിലാവണില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിച്ചോ. ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും കുട്ടി, കുട്ടി നാമം ജപിക്കൂ, ഭഗവാനോട് ഹൃദയൊരുക്കി പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെ കുട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോണ്ടല്ലോ കുട്ടിക്ക് ഒരു തോന്നൽ തോന്നിയത്രേ, ഭഗവാൻ ഒരു കത്തെഴുതിയാൽ എന്താണ്. അങ്ങനെ കുട്ടി ഒരു കാർഡൊക്കെ സംഘടിപ്പിച്ച് ഒരു കത്തെഴുതി. നാരായണൻ, ഭഗവാൻ, വൈകുണ്ഠം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്തങ്ങോട്ട് എഴുതി. പിൻ നമ്പറൊന്നും അറിയില്ല, പൂർണ്ണമതം കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടി വിചാരിച്ചു അദ്ദേഹം വളരെ പൂജ്യനാണല്ലോ, അപ്പോൾ എല്ലാറ്റിലും പൂജ്യമൊക്കെ ചേർത്തടിച്ച് കത്ത് വിട്ടു, പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ടു. ഈ കത്ത് പോസ്റ്റ്മാൻ എടുത്തിട്ട് പോസ്റ്റ് മാഷോട് പറഞ്ഞു, അല്ല മാഷ ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ ആർക്കാ അയച്ചു കൊടുക്കുക? സ്റ്റാമ്പ് കുത്തണമെങ്കിൽ അറിയണല്ലോ ഇത് എവിടേക്കെങ്കിലും പോകണമെന്നുള്ളത്. അവസാനം പോസ്റ്റ് മാഷ് പറഞ്ഞു, പാവം എന്താ അതിൽ എഴുതിയിരിക്കണത്? പറഞ്ഞു അവന് എന്തോ ടൂറ് പോകാൻ 100 രൂപ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ 100 ഇല്ല, ഒരു 50 ഉണ്ട്, അത് ഞാൻ തരാമെന്ന്. നീ ഒരു കാര്യം ചെയ്യൂ, കവറിലിട്ടിട്ട് കൊണ്ടു കൊടുക്കുക വീട്ടിൽ. അങ്ങനെ ഇദ്ദേഹം ആ വഴിക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയുടെ കത്ത് കിട്ടേണ്ട അടുത്ത് കിട്ടിയിട്ടോ, മറുപടി വന്നിരിക്കണമെന്ന്. കുട്ടിക്ക് ഭയങ്കര അത്ഭുതം, ഒറ്റ ദിവസം കൊണ്ട് കത്തയച്ചിട്ട് അമ്മ പറഞ്ഞത് ശരിയാണ്, വിളിക്കാൻ പുറത്താണത്രേ ഭഗവാൻ. അപ്പം തന്നെ കിട്ടിയിരിക്കണം. കത്തിന് മറുപടി ഒന്നുമില്ല, പക്ഷേ 50 രൂപ ഉണ്ട്. ഇത് കണ്ടപ്പോൾ കുട്ടിക്ക് വലിയ വിഷമായി. കിട്ടിയതിൽ സന്തോഷമല്ല ഉണ്ടായത്, വിഷമായി. കുട്ടി മറ്റൊരു കത്തെഴുതി, ഭഗവാൻ നാരായണൻ, വൈകുണ്ഠം. അതിലെഴുതി, ഭഗവാനെ ഇനി മേലാൽ അങ്ങ് എനിക്ക് എന്തെങ്കിലും അയക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കരുത് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് അയച്ച 100 രൂപയിൽ നിന്ന് പോസ്റ്റ് മാഷും പോസ്റ്റ്മാനും കൂടി 50 ഇസ്കി. ഇപ്പം എനിക്ക് 50 മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി മേലാൽ അയക്കുമ്പോൾ ആരിലൂടെ അയക്കരുത്. ഇതാണ് ഇപ്പോഴത്തെ ആളുകളുടെ ഭക്തി പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വല്ലതും കിട്ടണം, അതിന് വേണ്ടി പോകുന്നു. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ എല്ലാവർക്കും നല്ലത് വരണേ, അമ്മ അതിലേറെ പ്രാർത്ഥിക്കുകയാണ്. കുട്ടി ഉറക്കെ പ്രാർത്ഥിക്കേണ്ട, ഗുരുവായൂരപ്പാ എനിക്ക് സൈക്കിൾ കിട്ടണേ എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞടാ ഭഗവാൻ കേൾക്കും, നീ ഒന്ന് പതുക്കെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, ഭഗവാൻ കേൾക്കും, പക്ഷെ അമ്മയ്ക്ക് കേൾക്കാൻ പറ്റില്ല എന്ന്. അമ്മയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടതേ. അപ്പം ഇങ്ങനെ നമ്മളൊക്കെ ഈ യാചിച്ച് ശീലിച്ച് അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ മനസ്സ്. അവിടെയാണ് പ്രഹ്ലാദൻ പറയുന്നത്, ഭൃത്യലക്ഷണ ജിജ്ഞാസു ഭക്തം കാമേശ ചോദയൽ. ഒരു ഭക്തന്റെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത് ജിജ്ഞാസയാണ്. ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണേ. ഒരു യഥാർത്ഥ ഭക്തൻ കാമേഷു അചോദയൽ, ഒരിക്കലും കാമങ്ങളൊന്നും ആരോട് ചോദിക്കില്ല? ഭഗവാനോട് ചോദിക്കില്ലേ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാലും നാളെ നിങ്ങൾ ഗുരുവായൂർ പോയാൽ എനിക്കറിയാം നിങ്ങൾ മാറും എന്നുള്ളത്. ഞാനതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയണത്. ഇതാണ് ഹിന്ദു സംസ്കാരം. ഇത് നമ്മൾ വഴി മാറിപ്പോവുകയാണ്. അപ്രകാരം ചെയ്യുന്നവനായിരിക്കണം. ഇനി ഭഗവാനാണെങ്കിലോ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന് അങ്ങ് ആരായിരിക്കണം എന്ന്. അതാണ് ഭാരതീയ സംസ്കാരം. ഭഗവാനോട് പറയണു ഭവാൻ, അവിടുന്ന് ആരായിരിക്കണം? സംസാര ബീജേഷു ഹൃദയഗ്രന്ഥിഷു പ്രഭോ, ഞങ്ങളെ ഇവിടെ കെട്ടിയിടുന്ന കെട്ടുകൾ എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു ഗുരുവായി തീരണം എന്നാണ്. സംസാര ബീജേഷു, സംസാരത്തിന് ബീജമായിരിക്കുന്ന ഹൃദയഗ്രന്ഥികളെ കാണിച്ചു തന്നത് എങ്ങനെ പൊട്ടിക്കണമെന്ന് കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയായിരിക്കണം ആര്? ഭഗവാൻ. ഞങ്ങൾ ചോദിക്കുന്നത് തരുന്ന ആളല്ല, ഞങ്ങളെ വേണ്ടാത്തതെന്ന് പ്രലോഭിപ്പിക്കുന്ന ആളാവരുത്. ഞങ്ങളെ അങ്ങയിലേക്ക് ഉയരാൻ എന്തൊക്കെയാണ് തടസ്സമെന്ന് കാണിച്ചു തന്ന്, ആ തടസ്സങ്ങൾ എങ്ങനെയൊക്കെയാണ് നീക്കേണ്ടതെന്ന് കാണിച്ചു തന്ന് ഞങ്ങളെ അതിലേക്കെത്താൻ സഹായിക്കേണ്ട ഒരു ഗുരുവാണ് അങ്ങ്. ഇതാണ് കുട്ടി പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നു, ന അന്യഥാധേ അഖില ഗുരോ ഗഡേദ കരുണാത്മന യസ്ത ആശിഷ ആശാസ്തേ ന സഭൃത്യ സവൈവണിൽ. ഈ ശ്ലോകങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കൂ. ന അന്യഥാധേ അഖില ഗുരോ ഘടേത, അങ്ങയുടെ കാരുണ്യം ഈ വിധത്തിലല്ലാതെ യോജിക്കുകയില്ല. ഒരു ഭഗവാന് നമ്മളോട് കാരുണ്യമുണ്ടെങ്കിൽ, യഥാർത്ഥ കാരുണ്യം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഉയർത്തുന്നതാണ് ശരിക്കുള്ള കാരുണ്യം. അല്ലാതെ നമുക്ക് എന്താണ് തോന്നിയത് തന്ന് നമ്മളെ ഒരിക്കലും താഴ്ത്തുന്നതല്ല എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഭഗവാൻ എന്ന് പറയുന്നത് കാരുണ്യം കാണിക്കുന്നത് നമ്മളെ
ഉയർത്തിക്കൊണ്ട്, അല്ലാതെ ഘടേ തന്ന നമ്മൾ തമ്മിലുള്ള ബന്ധം ഘടിക്കുകയില്ല. കാരണം ഉപനിഷത്ത് പറയുന്നത്, വേദം പറയുന്നത് തത്വമസി എന്നാണെങ്കിൽ അങ്ങും എൻ്റെ മനസ്സും ഒന്നാണ്.